കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും സർക്കാർ പണം നൽകുന്നില്ല. അനുവദിച്ച പണം പോലും ധനവകുപ്പ് ഇതുവരെയും കൈമാറിയില്ല. ഇതോടെ പോലീസ് വാഹനങ്ങളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും പ്രതിസന്ധിയിലാവുകയാണ്. സർക്കാർ സഹായം തേടി DGP സർക്കാരിന് വീണ്ടും കത്തും നൽകി. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, എങ്ങനെ നോക്കിക്കാണാം? ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ സംസ്ഥാന പോലീസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടായില്ല. പ്രധാനമായും പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിലായിരുന്നു ആദ്യം പ്രതിസന്ധി ഉണ്ടായത്. 200 കോടി രൂപയ്ക്കടുത്തായിരുന്നു പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ച വകയിൽ പമ്പുടമകൾക്ക് നൽകാനുണ്ടായിരുന്നത്. ഇത് അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പുടമകളുടെ സംഘടനകൾ സംസ്ഥാന പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. നിരവധി തവണ കത്ത് നൽകിയിട്ടും പ്രയോജനം ഉണ്ടാകാതെ വന്നതോടെ ഇനി മുതൽ ഇന്ധനം നൽകില്ല എന്ന പമ്പുടമകളുടെ സംഘടനകൾ രേഖാമൂലം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ പ്രതിസന്ധി പോലീസിനുണ്ടാക്കി. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനമില്ലാതെ പ്രതിസന്ധിയിലായതോടെ സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കാൻ തയ്യാറായില്ല. ഏകദേശം 15% തുക മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്കായി വീണ്ടും പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്ത് നൽകിയത്. 160 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് മുന്നിൽ വെച്ചത്. എന്നാൽ സർക്കാർ ആകെ അനുവദിച്ചത് 5 കോടി രൂപ മാത്രമാണ്. നിലവിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 5 കോടി പോലും സർക്കാർ ഇതുവരെ പോലീസിന് നൽകിയിട്ടില്ല. പോലീസിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം പോലും എത്തിയിട്ടില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെ സംസ്ഥാന പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് വാഹനങ്ങൾ ഇന്ധനം നിറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തെ ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ നെട്ടോട്ടം ഓടുകയാണ് ഉദ്യോഗസ്ഥർ. ഇതിനൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ മാസം 16-ന് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി കേരളത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. അവർക്ക് ആവശ്യമായ TA, DA എന്നിവ പോലും നൽകിയിട്ടില്ല. അതായത് തമിഴ്നാട്ടിൽ പോയി പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം പോലീസ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് പോലീസ് ആസ്ഥാനത്ത് പോലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല എന്ന മറുപടി ലഭിക്കുന്നത്. അതായത് ധനവകുപ്പ് അനുവദിച്ച 5 കോടി പോലും ലഭിക്കാതെ വന്നതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന പോലീസ് കടന്നു പോവുകയാണ്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പോലും കഴിയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങളുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് സംസ്ഥാന പോലീസിനെയാണ്. മാത്രമല്ല ബൂത്തുകളിൽ ഉൾപ്പെടെ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടതായുണ്ട്. VIP സന്ദർശനം ഉൾപ്പെടെ നിലനിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇതുവരെ പോലീസിന് ആവശ്യമായ പണം ധനവകുപ്പ് കൈമാറാതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പോലീസിന്റെ പ്രവർത്തനത്തെ ഇപ്പോൾ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് നിലവിലിപ്പോൾ ഇന്ധനം നിറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് ഡ്യൂട്ടികൾക്ക് വിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ DA, TA എന്നിവ പോലും ലഭിക്കുന്നില്ല. അത് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരിപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ഉപയോഗിച്ച് ആഹാരം പോലും കഴിക്കേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ TA യും DA യും അഡ്വാൻസായി നൽകുകയായിരുന്നു കേരള പോലീസിൽ പതിവ്. ഇതുവരെ അത് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവർ കഴിഞ്ഞ 16-ന് അവിടെ എത്തി. പലതവണ പോലീസ് മേധാവി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും രാജീവ് തുടരുക. ഇപ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം പ്രതികരിക്കാനായി പങ്കുചേർന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് പോലീസ്. എന്നിരുന്നാൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ്. അതുമാത്രമല്ല നിരവധി കേസ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിനെല്ലാം ബാധിക്കുന്ന തരത്തിലേക്കല്ലേ ഈ ഒരു കാര്യം നീങ്ങുന്നത്? ശരിയാണ്. സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് പണം, അവരുടെ മൂവ്മെന്റിന് പോലും പണം കൊടുത്തില്ലെങ്കിൽ അത് നിശ്ചലമാകും. അതിവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടും. ഇലക്ഷൻ സുഖമായിട്ട് നടക്കില്ല. അതോടൊപ്പം തന്നെ പോലീസിന്റെ TA, DA യും കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്ക് പോകാനും ബുദ്ധിമുട്ട് വരും. സർക്കാരിന് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. എത്ര പ്രതിസന്ധിയും ശരി, മറ്റുള്ള പണം കൊടുത്തില്ലെങ്കിലും ശരി, പോലീസിന്റെ പ്രവർത്തനം സുഗമമായിട്ട് രാജ്യത്ത് നടക്കണം. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും, വലിയധികം സംഘടന ഉണ്ടാവും. അതൊക്കെ തടയേണ്ടത് ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അത് പോലീസിൽ കൂടി മാത്രമേ അത് തടയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോലീസിന്റെ പണം അടിയന്തരമായിട്ട് തന്നെ കൊടുക്കണം. അത് ഏതെങ്കിലും വകമാറ്റി ചെലവാക്കിയാലും വേണ്ടില്ല. പോലീസ് വാഹനങ്ങൾ യഥേഷ്ടം എല്ലാ പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ മൂവ് ചെയ്യണം.
പ്രത്യേകിച്ച് ഫയർ ഇപ്പം തീ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം. ചൂട് കാരണം പല സ്ഥലത്തും തീ, അവിടെ ഫയർഫോഴ്സ് എത്തണം, പോലീസ് മുന്നോടി എത്തണം. അതുപോലെ തന്നെ കാട്ടുതീ ഫോറസ്റ്റ് ഏരിയ വളർന്നു വന്നു, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ കത്തുന്നു, ഫോറസ്റ്റ് ഏരിയ കത്തുന്നു, ഉണങ്ങി വരേണ്ട പ്രദേശങ്ങൾ കത്തുന്നു. അവിടെയൊക്കെ ഫോറസ്റ്റുകാർക്കും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ ഓടി എത്തണം. അപ്പൊ അവർക്ക് വാഹനം വേണം. അതുപോലെ തന്നെ ധാരാളം കേസുകൾ, വൈറ്റിലായ കേസുകളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. പോലീസിന് ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. പണം കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട്. വണ്ടി ചലിക്കത്തില്ല, ഒരു സ്ഥലത്ത് ഓടിയെത്താൻ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്നത് പോലീസ് എത്രയും പെട്ടെന്ന് എത്തണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും, മനുഷ്യന്റെ ജീവന് നാശം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും DGP ആയിട്ട് സംസാരിച്ച്, ആഭ്യന്തര വകുപ്പിനെ ആയിട്ട് മേലധികാരിയോട് സംസാരിച്ചിട്ട് അടിയന്തരമായി നമുക്ക് ഈ മാസം കഴിയാനുള്ള പണം അവിടെ എത്തിയിരിക്കണം. അതിന് യാതൊരു മാറ്റവും സംഭവിക്കരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ഉണ്ടെങ്കിലും കൂടുതൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെങ്കിലും കുറേയൊക്കെ നമുക്ക് തടയാം പോലീസിനെ കൊണ്ട്. അത് അടിയന്തരമായി അവരുടെ വാഹനം മൂവ് ചെയ്യാനുള്ള, അവർക്ക് കടം കിട്ടുന്ന പെട്രോൾ പമ്പിലെല്ലാം കടം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവർക്കൊക്കെ അടിയന്തരമായി കുറച്ച് പേയ്മെന്റ് എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആശ്വാസകരമാണ്. ശ്രീ ജോർജ് ജോസഫ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം മുൻപ് നവകേരള സദസ്സ് നടന്നപ്പോൾ മന്ത്രിവാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ദൂർത്തുകൾക്ക് നടത്തിയ സർക്കാരിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഒരു ഫലം തന്നെയല്ലേ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ഈ ദൂർത്ത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. എന്ത് സർക്കാർ എന്ത് പ്രോഗ്രാം കാണിച്ചാലും അതിനൊക്കെ പോലീസും വേണം, അതുപോലെ പന്തലിടാനും മറ്റു ഇതിനൊക്കെ വലിയധികം എക്സ്പെൻസ് ആകുകയാണ്. അത് പൊതു ഖജനാവിന് അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് മിച്ചം പിടിച്ച് വേണം മുന്നോട്ട് പോകാൻ. മന്ത്രിമാരുടെ യാത്ര തടയണം. അവർ ഏകദേശം പറന്ന് അവരുടെ വാഹനങ്ങളൊന്നും അധികം മൂവ് ചെയ്യരുത്. അവർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരിക്കട്ടെ. അവർ ഈ രാജ്യത്ത് ഇറങ്ങരുതെന്ന്. ഈ രാജ്യത്ത് മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ സെക്രട്ടേറിയറ്റിലും ജില്ലാ കളക്ടർ ഓഫീസുകളിലൊക്കെ കയറി നടക്കണം. അപ്പം മന്ത്രിമാരുടെ യാത്ര കുറയ്ക്കുക. ഒരു മന്ത്രി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നിലൊരു വണ്ടി, എസ്കോർട്ട് വണ്ടി, 3 വാഹനം, ഏകദേശം പോകണം. 10-21 പേര് ഇങ്ങനെ ഇവിടുന്ന് മന്ത്രിമാർ പോകുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം നമുക്ക് ഈ പെട്രോളിനും ഡീസലിനും മാത്രം. അതുകൊണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് കർശനം നിയന്ത്രണം കൊടുക്കണം. അവർ സെക്രട്ടേറിയറ്റിൽ തന്നെ കാണണം. അത് ഇനിയുള്ള സിസ്റ്റം ഇനി 1-2 വർഷം കൂടെ ഉണ്ട്. ആ സമയത്ത് ഇത് തന്നെ പാലിക്കണം. അല്ലാതെ ഈ സാമ്പത്തികമായ പ്രതിസന്ധി കരകയറത്തില്ല. ഇലക്ഷൻ സമയം ആയതുകൊണ്ട് അവരുടെ പ്രൈവറ്റ് വാഹനത്തിൽ പോട്ടെ, സർക്കാരിന്റെ വാഹനങ്ങളൊന്നും ഓടണ്ട, അവർ സെക്രട്ടേറിയറ്റിൽ തന്നെ മന്ത്രിമാർ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ദൂർത്തുകൾക്ക് മാത്രമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ ഒരു വിഷയത്തിന് കൂടുതൽ കാരണമാകുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി കാരണങ്ങൾ വേറെയുമുണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക്. അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിഷ്ണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. സംസ്ഥാന പോലീസിന് കേന്ദ്ര സർക്കാരും പണം അനുവദിക്കാറുണ്ട്. എന്നാൽ ഈ പണം പോലും വകമാറ്റി ചെലവഴിക്കുന്നതാണ് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കൃത്യമായി സംസ്ഥാനം കൈമാറുന്നില്ല. അതെടുത്ത് വകമാറ്റി ചെലവഴിക്കുകയും പിന്നീട് പോലീസ് പണം ആവശ്യപ്പെടുമ്പോൾ കൈമലർത്തുന്ന ഒരു സമീപനമാണ് ധനവകുപ്പ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനൊപ്പമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ധനവകുപ്പും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള ഒരു പോര് ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അനുമതിയില്ലാതെ പണം ചെലവഴിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ധനവകുപ്പ് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. പലപ്പോഴും ഈ പോലീസ് മേധാവി പണം ചെലവഴിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നത്. ഇനി മുതൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ധനവകുപ്പ് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയത്. അത്തരത്തിലൊരു പോര് പോലീസും ധനവകുപ്പും തമ്മിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് 160 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചിരുന്നത്. അതിൽ തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഏറ്റവും വലിയൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉൾപ്പെടെ ഒരുക്കുന്നതിന് പണം ആവശ്യമാണ്. 160 കോടി അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് അടുത്തുള്ള തുക കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ പണമാണ് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതുപോലും നൽകാൻ നിലവിൽ ഞാനൊന്ന് ഇടപെടുകയാണ്.